വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. 5 ദിവസമായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ വീണ്ടും ഞാൻ ഓരോ ക്ലാസ്സിലും പറയാണ്, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത്. കൂടാതെ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളൊക്കെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക് ആണ് പഠിക്കുന്നത്. ഒന്നല്ല, രണ്ടെണ്ണം പഠിക്കുന്ന. ആദ്യത്തേത് ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദേശീയ ഗാനം, ഗീതം തുടങ്ങിയവ. ഒന്നുകിൽ ദേശീയ ഗാനം അല്ലെങ്കിൽ ദേശീയ ഗീതം, ഇത് ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട്. അപ്പൊ ദേശീയ ഗാനത്തെ കുറിച്ചിട്ടുള്ള പഠനം തന്നെ ആദ്യം തന്നെ നമ്മൾ പഠിക്കും ആന്തമറ്റോളജി എന്നാണ്. ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്നു ആന്തമറ്റോളജി എന്ന്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം അല്ലെ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ആരാണ് രചിച്ചത്? ബംഗാളിന്റെ ഭാവഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ജനഗണമന ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഏതാണ് ഭാഷ? ബംഗാളി ഭാഷ. അത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം രാഗത്തിലാണ്. ഏതാണ് രാഗം? ശങ്കരാഭരണം രാഗം. ആ രാഗത്തിൽ അതിന് ഈണം നൽകിയത് ആരാണ്? അതിന് ഈണം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ആരാണ് ഈണം നൽകിയത്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് അതിന് സംഗീതം നൽകിയത് അല്ലെങ്കിൽ ഈണം നൽകിയത് എന്ന് പറയാം. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ആര് തന്നെയാണ്? ടാഗോർ തന്നെയാണ്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോ അത് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ച വർഷം എന്ന്, മാസം എന്ന്, ദിവസം എന്ന് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. 1950 ജാനുവരി മാസം 24-ാം തീയതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50 ജാനുവരി 24. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള വേറൊരു ചോദ്യമാണ്, എത്ര സമയമെടുത്താലാണ് നമ്മുടെ ജനഗണമന ആലപിക്കാനായിട്ട് സാധിക്കുക? 52 സെക്കൻഡ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 52 സെക്കൻഡ് വേണം അത് ആലപിക്കാൻ. ക്ലിയർ ആയില്ലേ? ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? 1912 ടാഗോർ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി പത്രിക എന്ന മാസികയിലാണ് ഇത് ആദ്യം അടിച്ചു വന്നത്. നമ്മുടെ ദേശീയ ഗാനം അന്ന് അടിച്ചു വന്നത് ഭാരത ഭാഗ്യവിധാത എന്ന പേരിലായിരുന്നു. ഭാരത ഭാഗ്യവിധാത എന്ന പേരിൽ ടാഗോർ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി പത്രിക മാസികയെ 1912 നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായി പ്രതികരിച്ചു. 5 ഖണ്ഡികകളിലായി പ്രസിദ്ധീകരിച്ച ഈ ദേശീയ ഗാനത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയാണ് ദേശീയ ഗാനമായിട്ട് നമ്മൾ അംഗീകരിച്ചത്. ആദ്യത്തെ ഖണ്ഡിക കേട്ടോ. 5 മുഴുവൻ ഖണ്ഡിക ഇല്ല ദേശീയ ഗാനം കേട്ടോ. ഇനി ഇത് ആദ്യം ആലപിച്ചത് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. ആരാണ് ആലപിച്ചത്? സരളാദേവി ചൗധരിയാണ്. സരളാദേവി ചൗധരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. PN ദർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനം നടക്കുകയാണ്. BN ദർ ആണ് അധ്യക്ഷൻ. അവിടെ വെച്ച് സരളാദേവി ചൗധരി നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചു. ഇതിന്റെ എന്താ പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ ഗാനമാകുന്നതിന് മുമ്പ് ഇത് ഒരു സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു. അത് ഏത് സംഘടനയുടെയാണ്? ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. ഇനി അടുത്തത് ദേശീയ ഗാനമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു
കാര്യം എന്താണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം എന്താണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനത്തിന്റെ പേര് അമർ സോന ബംഗ്ല എന്നാണ്. അമർ സോന ബംഗ്ല ട്ടോ, അമർ സോന ബംഗ്ല എന്നാണ്. ഇത് രചിച്ചതും ആരെന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. അപ്പൊ രണ്ട് ദേശീയ ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഏത്? രവീന്ദ്രനാഥ ടാഗോർ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ ഗാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി പാകിസ്ഥാന്റെ ദേശീയ ഗാനം അറിയാത്തവരൊന്ന് ഓർത്തു വെക്കുക. കിമി തരാന, കിമി തരാന. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനം ഇതാണ്, മിലി തരാന, മിലി തരാന ട്ടോ. അപ്പോ ഇത്രയാണ് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ടീച്ചർ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആവശ്യമുള്ള കുട്ടികൾ, ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുള്ള കുട്ടികൾ അത് കണ്ടു നോക്കാനും ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ള ഒരു നവോത്ഥാന നായകനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ചട്ടമ്പി സ്വാമികൾ. ആരാണ് ചട്ടമ്പി സ്വാമികൾ? അല്ലെ, വളരെ പ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതി അദ്ദേഹം ജനിക്കുകയാണ്. അദ്ദേഹം ജനിച്ച ഈ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ജീവകാരുണ്യ ദിനം. ഇനി അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലൂര് കണ്ണമ്മൂലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂര് കണ്ണമ്മൂലയിലാണ് ആര് ജനിച്ചത്? ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തെ നമ്മൾ വിളിക്കുന്നത് ഉള്ളൂർ കോട്ട് വീട് അല്ലെങ്കിൽ ഉള്ളൂർ കോട്ട് ഭവനം എന്നാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് ട്ടോ. എന്താണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം? അയ്യപ്പൻ എന്നാണ്. എന്നാൽ കുട്ടിക്കാലത്ത്, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുഞ്ഞൻ പിള്ള എന്ന പേരിലായിരുന്നു. എങ്ങനെയാണ്? കുഞ്ഞൻ പിള്ള എന്ന പേരിൽ. പിന്നീട് അദ്ദേഹത്തെ സർവ വിദ്യാധിരാജൻ എന്ന് വിശേഷിപ്പിച്ചു ആൾക്കാർ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ബാലഭട്ടാരകൻ. അതുപോലെ തന്നെ കാവി ധരിക്കാത്ത, എന്താണ്? കാവി ധരിക്കാത്ത സന്യാസി, കാവി ധരിക്കാത്ത സന്യാസി. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമിയെയാണ്. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കൊള്ളൂര് കണ്ണമ്മൂലയില് ഉള്ളൂർക്കോട്ട് ഭവനത്തിൽ അദ്ദേഹം ജനിക്കുന്നു. അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. കുഞ്ഞൻപിള്ള എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെട്ടു. സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരള ഗവൺമെന്റ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ പ്രധാനിയാണ് തൈക്കാടയ്യ. അപ്പൊ തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ ചട്ടമ്പി സ്വാമി എന്ന് ഓർത്തു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത് എവിടെയാണ്? വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. വടിവീശ്വരത്ത് അദ്ദേഹത്തിന്, തമിഴ്നാട്ടിലാണ് അത്, വടിവീശ്വരത്ത് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ബോധോദയം ലഭിച്ചു. ഇനി അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് ബോധോദയം ലഭിച്ചതിന് ശേഷം. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ എന്നാണ്. ഷൺമുഖദാസൻ. എന്താണ്? ഷൺമുഖദാസൻ. അതായത് ഷൺമുഖൻ ആരാണ്? മുരുക ഭഗവാനാണ് അല്ലെ. അദ്ദേഹത്തിന്റെ തീവ്ര ഭക്തനായിരുന്നു ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ പൂർണ്ണമായും എതിർത്തിരുന്ന നവോത്ഥാന നായകനാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിരുന്ന നവോത്ഥാന നായകനുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മരണം നടക്കുന്നത്, സമാധി 1924 മെയ് മാസം 5-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം പന്മനയാണ്. സമാധി സ്ഥലം പന്മനയാണ്. സമാധി സ്ഥലത്തിന്
വീടിനടുത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേര് ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ്. ബാലഭട്ടാരക ക്ഷേത്രം. 2014 ഏപ്രിൽ മാസം 30 2014 ഏപ്രിൽ മാസം 30 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു എന്ന് ഓർത്തു വെക്കുക. ഇനി പരീക്ഷയ്ക്ക് ഇദ്ദേഹം ഒരു വ്യക്തികളെ കണ്ടുമുട്ടിയത് ചോദിക്കാറുണ്ട്. ഇദ്ദേഹം ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 ചെമ്പഴന്തിയിൽ വെച്ചാണ്. എവിടെയാണ്? ചെമ്പഴന്തിക്കടുത്ത് അണിയൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും കണ്ടെത്തിയത്. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗവിദ്യ ഒക്കെ പഠിപ്പിച്ചത്, ഹഠയോഗ ഒക്കെ പഠിപ്പിച്ചത് തൈക്കാടയ്യ സ്വാമികളാണ് എന്ന് ഓർത്തു വെക്കുക. ചട്ടമ്പി സ്വാമികൾ 1924 സമാധി അടഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സമാധിയിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ ഒരു കൃതി രചിക്കുകയുണ്ടായി. അതിന്റെ പേര് സമാധി സപ്തകം എന്നാണ്. സമാധി സപ്തകം എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുകയുണ്ടായി എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മളോട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കുറച്ച് കൃതികൾ ടീച്ചർ എഴുതാം, എങ്ങനെയായാലും പഠിക്കണം നിങ്ങൾ. വേദാധികാര നിരൂപണം ഒരു കൃതിയാണ്. വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഈ കൃതിയെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതിയെയാണ്. അടുത്തത് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്നറിയപ്പെടുന്നത് പ്രാചീന മലയാളത്തെയാണ്. അടുത്തത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു കൃതിയാണ് മോക്ഷ പ്രദീപഖണ്ഡനം. അടുത്തൊരു കൃതിയാണ് ക്രിസ്തു മതഛേദനം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കൃതികളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപഖണ്ഡനം, പ്രാചീന മലയാളം, ക്രിസ്തു മതഛേദനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ചതാണ് മോക്ഷപ്രദീപഖണ്ഡനം. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം. ഇനി നമ്മുടെ ക്രിസ്തു മതഛേദനത്തിന്റെ പ്രത്യേകത, ക്രിസ്തീയ മിഷണറിമാരെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ക്രിസ്തു മതഛേദനം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ആദിഭാഷ എന്ന് പറയുന്ന കൃതി, അതുപോലെ തന്നെ അദ്വൈത ചിന്താ പദ്ധതി. എന്താണ്? അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറയുന്ന കൃതി. അതുപോലെ തന്നെ പിന്നെ ഓർക്കേണ്ടത് ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി. ഇതൊക്കെ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ കൃതികൾ പ്രധാനപ്പെട്ട ഓർക്കേണ്ട കൃതികളാണ്. പുനർജന്മ നിരൂപണം ട്ടോ. അപ്പൊ ഇത്തരം കൃതികളും കൂടി ചട്ടമ്പി സ്വാമികളുടെ കൃതികളായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മള് എത്രനെ പറഞ്ഞിട്ടുള്ളൂ? 4, 3, 7, 8 കൃതികളാണ് പ്രധാനപ്പെട്ട കൃതികൾ പറഞ്ഞത്. 8 കൃതികളൊന്നുമല്ല, വളരെയധികം കൃതികളുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കാം. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹോട്ട് ടോപ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള
പോയിന്റ്സ് മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ് ചട്ടമ്പി സ്വാമികളുടെ. കണ്ടു നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി മാർക്ക് നേടാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ രണ്ട് കാര്യമാണ്, ദേശീയ ഗാനവും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളും. അപ്പൊ നന്നായി നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക. ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകൾ പഠിക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അഡീഷണൽ പോയിന്റ്സ് ഇത് മാത്രം പഠിച്ചാൽ മതിയോ ടീച്ചർ എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡീഷണൽ പോയിന്റ്സ് എത്രമാത്രം പഠിച്ചാലും അത് അധികമാവില്ല, പഠിച്ചു വെക്കുക തന്നെ ചെയ്യുക. അല്ലെങ്കിൽ മിനിമം ഇത്രയെങ്കിലും പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.